ഛായാമോദ്ധവളാവകുണ്ഠനവതീം തേജോമയീം നഷ്ടികീം സിദ്ധാപങ്കവിലോകീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യ അമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഓം അമൃതേശ്വര്യേ നമഃ. ജയ് ശ്രീറാം. എല്ലാമായ അമ്മയുടെ പാദപുഷ്പങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരുന്നു കൊണ്ട് നമ്മളെയെല്ലാം അനുഗ്രഹിച്ച് ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അഭിവൃദ്ധിയും നൽകിക്കൊണ്ടിരിക്കുന്ന ദേവീ ദേവന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. സനാതനധർമ്മത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. അതിൽ തന്നെ അതിൻ്റെ വേദാന്തം, വേദത്തിൻ്റെ അവസാന ഭാഗമെന്നും അറിവിൻ്റെ അവസാനമെന്നും അർത്ഥമുള്ള ഉപനിഷത് ഭാഗങ്ങളെ ലളിത മലയാളത്തിൽ സുന്ദര കാവ്യങ്ങളിലൂടെ നമുക്ക് വിവരിച്ചു തന്ന യതിവര്യൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച കമ്മിറ്റി ഭാരവാഹികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, എൻ്റെ വിനീത പ്രണാമം. സൂചിപ്പിച്ചു ഞാൻ നേരത്തെ, സനാതനധർമ്മത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. അത് 4 വേദങ്ങളുണ്ട്: ഋക്ക്, യജുസ്, സാമം, അഥർവം. ഈ വേദങ്ങളെ തന്നെ ലളിതമായിട്ട് പരിഷ്കരിച്ച് നമുക്ക് മനസ്സിലാകാൻ പാകത്തിന് കഥാരൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. അതിൽ തന്നെ പ്രധാനമായത് ഇതിഹാസങ്ങളാണ്. അത് 2 എണ്ണമുണ്ട്: രാമായണവും മഹാഭാരതവും. രാമായണവും മഹാഭാരതവും എന്തുകൊണ്ടും പൂർണ്ണമാണ്. ഏതു വീക്ഷണത്തിലൂടെ നോക്കിയാലും അത് പൂർണ്ണമാണ്. അതിൽ തന്നെ രാമായണത്തിന് മറ്റു ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ലാത്ത വലിയൊരു പ്രത്യേകതയുണ്ട്. അത് എല്ലാവരുടെയും ജീവിതമാണ്. എല്ലാവരുടെ ജീവിതവുമായി ചേർന്ന് പോകുന്നതാണ് രാമായണം. ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ രാമായണം പൂർണ്ണമാണ്. ഒരു ദാർശനിക കൃതി എന്ന നിലയിൽ രാമായണം പൂർണ്ണമാണ്. ഒരു പ്രണയകാവ്യം എന്ന നിലയിൽ രാമായണം പൂർണ്ണമാണ്. ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും അത് പൂർണ്ണമാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നോക്കിയാൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച പല വിദഗ്ധമായ വർണ്ണനകളും പഠിച്ചെടുക്കേണ്ടതായ പല കാര്യങ്ങളും രാമായണത്തിലുണ്ടാവും. എന്തുകൊണ്ടും പൂർണ്ണം തന്നെയാണ്. വാൽമീകി വനത്തെ വർണ്ണിക്കുന്ന ഭാഗമാണെന്ന് വിചാരിച്ചോളൂ. വനത്തിലെ മൃഗങ്ങളെക്കുറിച്ചും അവിടുത്തെ വൃക്ഷങ്ങളെക്കുറിച്ചും, പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ, കാച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ, പഴുത്ത പഴങ്ങളുള്ള വൃക്ഷങ്ങൾ, അവിടെ ഓടുന്ന മൃഗങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ഫാനിൻ്റെ ചോട്ടിൽ ട്യൂബ് ലൈറ്റിൻ്റെ കീഴെയായിരിക്കും നമ്മൾ ഇരിക്കുക. പക്ഷേ നമ്മളറിയാതെ അപ്പോൾ വനത്തിലെത്തും. വനം നമ്മുടെ ചുറ്റുമുണ്ടാകും. മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നടക്കുകയായിരിക്കും. അതാണ് വാൽമീകിയുടെ സാഹിത്യത്തിൻ്റെ സവിശേഷത. പർവ്വതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പം നമ്മളറിയാതെ പർവ്വതത്തിൽ കയറിക്കൊണ്ടിരിക്കും. സമുദ്രത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പം നമ്മളൊരു പക്ഷിയെ പോലെ, ഒരു പട്ടം പോലെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് സമുദ്രം കാണുന്നവനായി മാറും. എന്തിനെ വർണ്ണിക്കുന്നോ അതായി മാറും നമ്മൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന രംഗം വാൽമീകി വർണ്ണിക്കുകയാണ്. മഹേന്ദ്ര പർവ്വതത്തിൽ ഹനുമാൻ തൻ്റെ ശരീരത്തെ ഏറ്റവും വലുതാക്കി തീർത്തിട്ടാണ് ചാടുന്നത്. ചാടുന്നതിന് മുമ്പ് ഹനുമാൻ തൻ്റെ കയ്യും കാലും ആ പർവ്വതത്തിൽ ഒന്ന് അമർത്തി എന്നാണ് വാൽമീകി പറയുന്നത്. ആ സമയത്ത് പർവ്വതം ഒന്ന് കുലുങ്ങിയപ്പോൾ പൂത്തു നിൽക്കുന്ന ഒരുപാട് വൃക്ഷങ്ങളുണ്ടായിരുന്നു അവിടെ. ആ വൃക്ഷങ്ങളെല്ലാം പൊഴിഞ്ഞ് ആ പർവ്വതത്തിലേക്ക് വീണു. അപ്പോൾ ആ പർവ്വതം ഒരു പൂമല പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്.
എന്തൊരു ഉദാത്തമായ ഭാവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രണയകാവ്യമെന്ന നിലയിൽ പ്രണയം പരിശുദ്ധവും മഹത്തരവുമാണെന്ന് മനസ്സിലാക്കുന്നത് വാൽമീകിയിലൂടെയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല പ്രണയ ജോഡി, അങ്ങനെ തന്നെ പറയാം, ശ്രീരാമനും സീതയുമാണ്. അതുല്യമായ അഭൗമികമായ സ്നേഹബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അതിന് തുല്യം നിൽക്കാൻ മാത്രം മറ്റൊന്നും ഉണ്ടാവില്ല. അവർ ശാരീരികമായി അകന്നിട്ടുണ്ടാവാം, അവരെ അകറ്റിയിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ് അത് ഒന്നു തന്നെയായിരുന്നു. രാമനിൽ നിന്ന് വേറിട്ട് സീതയില്ല, സീതയിൽ നിന്ന് വേറിട്ട് രാമനുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി രാമായണത്തിലൂടെ തന്നെ കടന്നു പോകണം. അപ്പോൾ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഇനി ഇതിനെല്ലാം ഈ സാഹിത്യത്തിനും പ്രണയകാവ്യത്തിനും എല്ലാം അടിയൊഴുക്കായി രാമായണത്തിൽ നിൽക്കുന്നത് അതിലെ ദാർശനികതയാണ്. അതായത് ഉപനിഷത്ത് സത്യങ്ങൾ, ഉപനിഷത്ത് തത്വങ്ങളാണ് അതിനെല്ലാം അടിത്തറയായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് മർത്യൻ അമർത്യനാവുക, നരൻ നാരായണനാകുക. വാൽമീകി മഹർഷി തന്നെ അതിന് ഉദാഹരണമാണ്. കാട്ടുകൊള്ളക്കാരനായിരുന്ന വാൽമീകി മഹർഷി രാമനാമത്തിലൂടെ മഹാത്മാവായ ഋഷിയായി തീർന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് രാമായണം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. വാൽമീകി മഹർഷി നാരദനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? അങ്ങനെ ഗുണവാനായ ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിക്കുന്നത് നാരദ മഹർഷിയോടാണ്. നാരദ മഹർഷിയെക്കുറിച്ച് വാൽമീകി തന്നെ വർണ്ണിക്കുന്നുണ്ട്. തപസ്വാധ്യായ നിരതൻ, വാഗ്വിധാംബരൻ. അദ്ദേഹത്തിന് 14 ലോകങ്ങളും ഭൂതവും ഭാവിയും വർത്തമാനവും അദ്ദേഹത്തിൻ്റെ അന്ധകരണത്തിൽ ഒരുപോലെ ശോഭിക്കുന്ന ആളാണ്. സത്യം കണ്ടെത്തിയ സ്ഥിതപ്രജ്ഞനാണ്. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടും അരുതാത്തതായിട്ടും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളോട് ചോദിച്ചാൽ ഇത് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഋഷിയായ വാൽമീകി ഋഷിയായ നാരദനോട് ചോദിക്കുന്നു. നാരദൻ പറയുന്നു, അങ്ങനെ ഒരാളുണ്ട്. അതാണ് ദശരഥപുത്രനായ ശ്രീരാമൻ. ഇക്ഷ്വാകു കുലത്തിൽ ജനിച്ച ശ്രീരാമൻ എല്ലാം തികഞ്ഞ മനുഷ്യനാണ്. അവിടെ ധാർമ്മികതയ്ക്കോ സത്യസന്ധതയ്ക്കോ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം തികഞ്ഞ പൂർണ്ണ ധർമ്മിഷ്ഠനായ മനുഷ്യനാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കഥ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നു. അതിനെ വികസിപ്പിച്ചതാണ് രാമായണം. ഇതാണ് രാമായണത്തെ സമീപിക്കാനുള്ള അളവുകോൽ. ഭക്തിപൂർവം വേണം രാമായണത്തെ സമീപിക്കാൻ. അല്ലാതെയുള്ള രാമായണ സമീപനങ്ങളെല്ലാം വികലമാകും, വികൃതമായി പോകുകയുള്ളൂ. ബുദ്ധിപടുത കൊണ്ടും സാഹിത്യബോധം കൊണ്ടും രാമായണത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് മാത്രം പോരാ രാമായണത്തെ ഗ്രഹിക്കാൻ. ഉത്തമനായ മനുഷ്യൻ, എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന വാൽമീകിയുടെ ഉദ്ദേശം, അതിൻ്റെ ഉത്തരം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാമായണത്തെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് രാമായണ തത്വം വെളിപ്പെട്ട് കിട്ടുക. അല്ലാത്ത സമീപനങ്ങളെല്ലാം വികൃതവും വികലവുമാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആശാരിയുടെ മുഴക്കോല് കൊണ്ട് പനി അളക്കാൻ പറ്റാത്തതുപോലെ, തുന്നക്കാരൻ്റെ ടേപ്പ് കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴം നിശ്ചയിക്കാൻ കഴിയാത്തതുപോലെ ബുദ്ധിപടുതയും സാഹിത്യബോധവും ഇതിന് ഉതകില്ല. എന്നാൽ അതിൻ്റെ സ്ഥാനത്തിൽ അതെല്ലാം പൂർണ്ണമാണ്. സാഹിത്യപടുത്തവും ബുദ്ധിപൂർണതയും എല്ലാം ആവശ്യമാണ്. ആശാരിയുടെ മുഴക്കോൽ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ പൂർണ്ണമായിരിക്കുന്നത് പോലെ തുന്നക്കാരൻ്റെ ടേപ്പ് അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ പര്യാപ്തമാണ്, പൂർണ്ണമാണ്. അതുപോലെ ഈ വാൽമീകിയുടെ രാമായണത്തെ സമീപിക്കാൻ ഭക്തിയാണ് ആവശ്യം. ഗുരുദേവൻ പറയാറുണ്ട്, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്തിടും മർത്തിന് വേറൊരു വേല ചെയ്തിടേണ്ട. മനമലർ കൊയ്തും അല്ലാകിൽ മായാമൊരു ഉരുവിട്ടുമിരിക്കിൽ മായ മാറും. മായ മാറാനായിട്ടുള്ള വഴിയാണ് പറയുന്നത്. അങ്ങനെ മായ മാറാനായിരിക്കണം രാമായണത്തെ സമീപിക്കേണ്ടത്. മനസ്സാകുന്ന മലര് തൻ്റെ മനസ്സിനെ പൂർണ്ണമായും ഈശ്വരനിൽ സമർപ്പിച്ച മർത്തിന് മറ്റൊരു വേല ചെയ്തിടേണ്ട. അതെല്ലാവർക്കും സാധ്യമല്ല. അത് ഗുരുദേവനും അറിയാം. അപ്പോഴാണ് പറയുന്നത്, വനമലർ കൊയ്തും, ഇവിടെ കാണുന്ന ചെടികളിലെ പൂക്കളൊക്കെ പറിച്ചിട്ട് അതുകൊണ്ട് പൂജ ചെയ്യാം. അയ്യോ, പൂവിനൊക്കെ വലിയ വിലയാണല്ലോ സ്വാമി, എന്ത് ചെയ്യും? അതും ഗുരുദേവ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. മായാമൊരു ഉരുവിട്ട് വിരിക്കിൽ മായ മാറും. ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതി, ചിലവൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ആദ്യം പറയുന്നു ഗുരുദേവൻ, മലമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മർത്തിന് വേറൊരു വേല ചെയ്തിടേണ്ട. അതിൻ്റെ അർത്ഥം, അങ്ങനെ ഒരാള്, സ്ഥിതപ്രജ്ഞനായ ഒരാള്
വെറുതെ ഒരിടത്ത് കുഞ്ഞിക്കൂടി ഇരിക്കുമെന്നോ കട്ടിലിൽ കിടന്നുറങ്ങുമെന്നോ അല്ല അർത്ഥം. അദ്ദേഹം ലോകോദ്ധാരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കും, സദാസമയവും വ്യാപൃതനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, അറിവിൽ അനാദിയായി നടന്നിടും തൻ തിരുവിളയാടലാണിതെന്ന് അറിഞ്ഞിടണം. അങ്ങനെ അറിഞ്ഞ ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾ എന്തൊക്കെ കർമ്മം ചെയ്താലും അത് കർമ്മമാവില്ല. കാരണം അത് അറിവിൽ അനാദിയായി നടന്നിടും തൻ തിരുവിളയാടലാണെന്ന് അറിഞ്ഞയാളാണ്. അങ്ങനെ തന്നെയായിരുന്നു ഗുരുദേവൻ കർമ്മം ചെയ്തത്. രമണ മഹർഷി അങ്ങനെയായിരുന്നു. ഇന്ന് അമ്മ മാതാ അമൃതാനന്ദമയും അത് തന്നെ തുടരുന്നു. മനോഹരമായ ശ്ലോകത്തിലൂടെയാണ് അത് ഗുരുദേവൻ പറയുന്നത്. കാരണം എത്ര ഭാവനാപൂർണമാണെന്ന് ആ ശ്ലോകം വായിച്ചാൽ മനസ്സിലാവും. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അരനൊടി ആദ്യ അരാളിയാർന്നിടും തേരുരുൾ അതിലേറി ഉരുണ്ടിടുന്നു ലോകം, അറിവിൽ അനാദിയായി നടന്നിടും തൻ തിരുവിളയാടലാണത് ഇതെന്നറിഞ്ഞിടണം. അരനൊടി ആദ്യ അരാളിയാർന്നിടും. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയെ ഒരു രഥത്തിൻ്റെ ആരക്കാലിനോട് ഓമിക്കുകയാണ്. അതിലേറി ഈ ലോകം കറങ്ങിടുന്നു, ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ദേശകാലങ്ങളാകുന്ന ചക്രത്തിലെ തേരുരുളായിട്ട് ഈ ലോകത്തെ ഗുരുദേവൻ ഓമിക്കുകയാണ്. ഭൂമിക്കല്ല, രൂപകമാണ്. അത് തന്നെയാണെന്ന് സ്ഥാപിക്കുകയാണ്. അതെന്താണ്? ഇതെല്ലാം ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം വിഷമങ്ങളുണ്ടായാലും, എന്തെല്ലാം വ്യതകളുണ്ടായാലും അറിവിൽ അനാദിയായി നടന്നിടും തൻ തിരുവിളയാടലാണിതെന്നറിഞ്ഞിടണം. അതാണ് മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത. അവിടെ മാത്രമാണ് മനുഷ്യജന്മം പൂർണ്ണമാവുക. ആ അറിവിൽ ഒരു ചെറിയ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അയാൾ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന ആളാണ്. നാമജപവും അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതൊരു ജോക്കിന് വേണ്ടി പറയുന്ന കഥയാണ്. ഇദ്ദേഹം മരിച്ചിട്ട് സ്വർഗവും നരകവും ഉള്ളതിൻ്റെ നടുവിലെത്തി. ഒരു ഭാഗത്ത് സ്വർഗം, ഒരു ഭാഗത്ത് നരകം. ഇദ്ദേഹം എന്തായാലും ഇങ്ങനെ നടക്കുന്ന ആളുടെ നേരെ സ്വർഗത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ നില്ല്, എവിടെ പോകുന്നു? അല്ല, ഞാൻ സ്വർഗത്തിലേക്ക്. അല്ലല്ല, ഇവിടെ ലൈറ്റ് കത്തണം. ഇവിടെ പച്ച ലൈറ്റ് കത്തിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം, ചുമന്ന ലൈറ്റ് കത്തിയാൽ നരകത്തിൽ പോകണം. അപ്പോൾ തനിക്ക് മഞ്ഞയാ കത്തിയേക്കുന്നത്. അപ്പോൾ ഈ കണക്ക് മുഴുവൻ നോക്കണം. നോക്കിയിട്ട് തനിക്ക് സ്വർഗത്തിലേക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കയറ്റി വിടും. അല്ലെങ്കിൽ പിന്നെ ചുമപ്പാണകത്ത് ഈ തേടമ്പയർ പറയില്ലേ ക്രിക്കറ്റിലൊക്കെ, അതുപോലെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർ വന്നു. അയാളൊന്ന് പറഞ്ഞാൽ പച്ച ലൈറ്റ് കത്തി അയാൾ അകത്തേക്ക് കയറിപ്പോയി. ഇയാളെന്താ അങ്ങനെ പോയത്? ഇയാളൊരു നാമം ജപിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഇയാൾ നാമം ജപിച്ചിട്ടില്ല, പക്ഷെ ഇയാൾ ഒരുപാട് പേരെ കൊണ്ട് ഈശ്വരനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളോ? അതെങ്ങനെ? ഇയാൾ ഈ ടൗണിൽ കൂടെ ടാക്സി ഓടിക്കും. 100-140 കിലോമീറ്റർ സ്പീഡിൽ അങ്ങ് വിടും. അത് കയറിയവരെല്ലാം തിരിച്ചിറങ്ങുന്നവരെ ജീവന് വേണ്ടി ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കയറ്റി വിട്ടേന്ന്. ഇങ്ങനെ നടക്കില്ല, അത് കഥയായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഒരു രാമായണം കൊണ്ട് എന്താണ് നേടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് നേടരുതാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ കഥയൊന്ന് ശ്രദ്ധിക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു മഹാത്മാവ് വന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആ ഗ്രാമവാസികളെല്ലാവരും ദിവസവും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ആ നാട്ടിൽ ഒരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹം ഈ മഹാത്മാവിനെ ദിവസവും വീട്ടിലേക്ക് വിളിക്കും. കാരണം ഇഷ്ടംപോലെ പണമുണ്ട്. അദ്ദേഹം പറയും, എൻ്റെ ധാരാളം പണമുണ്ട്, അങ്ങ് വീട്ടിൽ വരൂ, ഭക്ഷണം തരാം, ദക്ഷിണ തരാം. മഹാത്മാവ് വേണ്ട, ഞാൻ വരുന്നില്ല. മഹാത്മാവിന് അറിയാമായിരുന്നു ഇദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്, പണത്തിനോട് ആസക്തിയുണ്ട് എന്ന്. ദിവസവും വിളിക്കും. ഒരു ദിവസം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നാളെ വരാം. പിറ്റേ ദിവസം ഇദ്ദേഹം വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി നല്ല തോരണങ്ങളൊക്കെ തൂക്കി ലൈറ്റൊക്കെ ഇട്ട് മഹാത്മാവിനെ കാത്തിരുന്നു. മഹാത്മാവ് വരുന്നില്ല. ഒരു കുഷ്ഠരോഗി പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വന്നു. ഇദ്ദേഹം പോപ്പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. കാരണം മഹാത്മാവ് വരുന്ന സമയമാണ്. ഇപ്പോൾ വേറൊരാൾ കയറി വന്നാൽ ശരിയാവില്ലല്ലോ. ആ കുഷ്ഠരോഗി തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് സന്ധ്യയായിട്ട് മഹാത്മാവ് വന്നില്ല. ഇദ്ദേഹം മഹാത്മാവിൻ്റെ അടുത്ത് ചെന്നു. അങ്ങ് വരാമെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് വന്നില്ല? ഞാൻ വന്നിരുന്നല്ലോ, നീ പോന്ന് പറഞ്ഞ് ഓടിച്ചില്ലേ? ആ കുഷ്ഠരോഗി, അത് ഞാനായിരുന്നു. അയ്യോ, അബദ്ധം പറ്റി, നാളെ ഒരവസരം തരണം. നാളെ? ശരി, നാളെ വരാം. പിറ്റേ ദിവസം ഇദ്ദേഹം എല്ലാം ഒരുക്കി കാത്തിരുന്നു. ഒരു പട്ടി, ഒരു തെരുവ് നായ കുരച്ചുകൊണ്ട് കയറി വന്നു. വല്ലാണ്ട് ഭീകരമായിട്ടും കുരയ്ക്കുകയാണ്. ഇദ്ദേഹം അതിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. അന്നും മഹാത്മാവ് വന്നില്ല. ഇദ്ദേഹം വീണ്ടും ചെന്നു. അല്ല, ഇന്നും പറ്റിച്ചല്ലോ, വന്നില്ലല്ലോ. ഞാൻ വന്നു, കല്ലെടുത്തെറിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ നായ അങ്ങായിരുന്നോ? അതെ. ഒരു കാര്യം ചെയ്യൂ, എനിക്കൊരവസരം കൂടി തരണം. ഇനി എനിക്ക് തെറ്റ് പറ്റില്ല.
ഞാൻ ശ്രദ്ധയോടെ ഇരിക്കാം. മഹാത്മാവ് പറഞ്ഞു, ഒന്നല്ല 1000 അവസരം തന്നാലും നീ തിരിച്ചറിയില്ല. കാരണം നിന്റെ ഉള്ളുണർന്നിട്ടില്ല. നിനക്ക് അഹങ്കാരം കൂടുതലാണ്. ധനത്തിനോട് അമിതമായ ആസക്തി നിനക്കുണ്ട്. അത് മാറണം. അത് മാറിയാൽ എല്ലാം ഞാനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും. നിന്റെ മനസ്സ് വലുതാവും. അത് തന്നെയാണ് പറഞ്ഞ് അറിവിൽ അനാദിയായി നടന്നിടും തൻ തിരുവിളയാടൽ. അത് തന്നെയാണ് ഈ കഥയുടെ ആശയവും. ഇവിടെ പറയുന്നത് ധനം സമ്പാദിക്കുന്നതിനെതിരല്ല സനാതനധർമ്മം. അതിനോട് വെച്ച് പുലർത്തുന്ന ആസക്തിക്കാണ് എതിര്. ധനം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, അതിൽ ആസക്തനാവരുത്, അതിൽ അഹങ്കരിക്കരുത് എന്ന് മാത്രമാണ് സനാതനധർമ്മം പറയുന്നത്. ഇനി അമ്മ അമൃതാനന്ദമയി ഈ രാമായണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട്. സുന്ദരമായൊരു വാക്യമാണ്. അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആയിരക്കണക്കിന് ആണ്ടുകളിലൂടെ നാം ആർജിച്ചെടുത്ത നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. സാധാരണ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാൻ സാധിക്കും, അത് തുടച്ചു കളയാനും സാധിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ കാണിക്കാൻ ആ കണ്ണാടിക്കാവില്ല. അത് രാമായണത്തിനെ സാധിക്കുകയുള്ളൂ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കുറവുകളെ തിരിച്ചറിയാനും നികത്തുവാനും കഴിവുകളെ ഉണർത്തുവാനും സാധിക്കും. സാധാരണ കണ്ണാടി നമ്മുടെ ബാഹ്യരൂപം കാണിച്ചു തരുമ്പോൾ ഈ കണ്ണാടി നമ്മുടെ ഉൾരൂപം സ്വരൂപം കാണിച്ചു തരുന്നു. അതിനെ സഹായിക്കുന്നതാണ് ഈ കണ്ണാടി. നാം മനുഷ്യ മൂല്യങ്ങളുടെ സമഗ്രമായ ദർശനം നമുക്ക് രാമായണത്തിൽ കാണാം. ഇതിനോടനുബന്ധിച്ച് അമ്മ പറയുന്നൊരു ചെറിയ കഥയും കൂടിയുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാകും. ഒരാൾ മരിച്ചു. അയാൾ ചെയ്ത നന്മകളുടെ ഫലമായിട്ട് സ്വർഗത്തിലെത്തി. അപ്പോൾ സ്വർഗത്തിൽ ഒരു ചെറിയ കടയുണ്ട്. ഈ കട ഈശ്വരൻ സ്വയം നടത്തുന്നതാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും ഇവിടെ സൗജന്യമായി ലഭിക്കും. ഇദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് ദൈവത്തെ കണ്ടു പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാവർക്കും നന്മയും സമാധാനവും തരാമല്ലോ. ഒരു ചാക്കിൽ കുറേ വിത്ത് എടുത്തു കൊടുത്തു. അല്ല, ഇതല്ലോ ഞാൻ ചോദിച്ചു, ഇത് വിത്തല്ലേ? അതെ, എല്ലാത്തിൻ്റെയും വിത്തേ തരുള്ളൂ. അതിനെ നിങ്ങൾ നട്ട് നനച്ച് വളർത്തി വൃക്ഷമാക്കി മാറ്റണം. അപ്പോഴാണ് അത് സമ്പൂർണ്ണമാകുക. രാമായണത്തിൽ നമുക്ക് കിട്ടുന്നതും ഈ വിത്തുകളാണ്. ആ വിത്തുകളെ നമ്മൾ ശ്രദ്ധയോടെ പരിപാലിച്ച് നട്ടു നനച്ച് വളർത്തി വൃക്ഷമാക്കി എടുത്താൽ നമ്മളും ഉത്തമരായ മനുഷ്യരായി മാറും. ഇംഗ്ലണ്ടില് അഗത ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്, അപസ്തർപ്പക കഥകൾ എഴുതുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കൃതികളൊക്കെ ഇന്നും വായിക്കുന്നുണ്ട്, ലോകമെമ്പാടും വായിക്കുന്നുണ്ട്, എല്ലാ ഭാഷയിലുമുണ്ട്. മലയാളത്തിലൊക്കെ കിട്ടും അവരുടെ അഗത ക്രിസ്റ്റിയുടെ കൃതികൾ എന്ന് പറഞ്ഞിട്ട്. കഥകളുടെ പ്രാധാന്യം കൂടെ മനസ്സിലാകുകയും ചെയ്യും. ഈ അഗത ക്രിസ്റ്റി ഒരു ഇൻ്റർവ്യൂ നടന്നു, ഒരാളായിട്ട് അഭിമുഖം നടന്നപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളൊരു വലിയ സാഹിത്യകാരി, ഇവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു പുരാവസ്തു ഗവേഷകനെയായിരുന്നു. ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ സാഹിത്യകാരിയാണ്, നിങ്ങൾ എന്തിനാ ഈ പുരാവസ്തു ഗവേഷകനെ വിവാഹം ചെയ്തത്? ഇയാളാണ് കണ്ട ആക്രി വർക്കുന്ന പോലെ പഴയ വസ്തുക്കളുടെ പുറകെ നടക്കുന്ന ആള്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വിവാഹം ചെയ്തുകൂടായിരുന്നോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതെന്താ? പഴകുന്തോറും ഇഷ്ടം കൂടി വരുമല്ലോ, അതുകൊണ്ടാണ്. ഇതേപോലെ ആയിരിക്കണം രാമായണത്തിനോട്. പഴകുന്തോറും നമുക്ക് ഇഷ്ടം കൂടി വരണം. നാൾക്ക് നാൾ അതിനോടുള്ള താല്പര്യം, ജിജ്ഞാസ, കൗതുകം കൂടി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക. രാമായണത്തിലെ അതിമനോഹരമായൊരു രംഗം നമുക്ക് നോക്കാം. കാരണം രാമായണം എല്ലാ ജീവജാലങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യമാകും. അധകൃതർക്കെതിരോ ആർക്കും എതിരായിരുന്നില്ല രാമായണം. ശ്രീരാമദേവൻ വനവാസത്തിന് വേണ്ടി കൈകേയിക്ക് അച്ഛൻ ദശരഥൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ ഗംഗാനദിയുടെ തീരത്ത് വിശ്രമിക്കുന്നു. അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം പോകാം എന്ന് രാമചന്ദ്രൻ പറയുന്നു. അപ്പോൾ ആ പ്രശ്നം ശൃംഗവേരപുരം എന്നൊരു സ്ഥലമായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു ഗുഹൻ. അദ്ദേഹം വനരാജാവായിരുന്നു, അധകൃതനായിരുന്നു. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ വന്നതറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഭക്ഷപേയങ്ങളുമായിട്ട്, ഭക്ഷണങ്ങളും കുടിക്കാനുമുള്ള സാധനങ്ങളുമായിട്ട് ഓടിച്ചെന്നു. ഇവിടെ വാൽമീകി പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ഗുഹൻ, അധകൃതനെന്ന് നമ്മൾ പറയുന്ന ഗുഹൻ 10 അടി ദൂരെ നിന്നിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ച് തൊഴുകയോ കാൽക്കൽ നമസ്കരിക്കുകയോ അല്ല ചെയ്തത്. നേരെ ചെന്ന് ശ്രീരാമചന്ദ്രനെ കെട്ടിപ്പുണരുകയാണ് ചെയ്തത്. ശ്രീരാമചന്ദ്രനും ഗുഹനും കെട്ടിപ്പുണർന്നു. രാമസ്യ ആത്മസഖ എന്നാണ് വാൽമീകി പറയുന്നത്. പ്രാണന് തുല്യനായ സഖാവായിരുന്നു ഈ ഗുഹൻ
ഗുഹൻ പറഞ്ഞു, അങ്ങ് ഇവിടെ എത്തിയതിൽ സന്തോഷം. അങ്ങയുടെ അയോധ്യ പോലെ ഈ രാജ്യം അങ്ങേക്ക് ഭരിക്കാം. അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങ് ഈ ഭക്ഷണങ്ങൾ ഇതെല്ലാം സ്വീകരിക്കൂ. രാമൻ പറഞ്ഞു, ഇല്ല, ഞാനിതൊന്നും സ്വീകരിക്കുന്നില്ല. ഞാൻ വനവാസിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊന്നും സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ പ്രതിജ്ഞാ ലംഘനമുണ്ടാകും. അങ്ങ് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ദശരഥന് പ്രിയപ്പെട്ട കുതിരകൾ ഇരിക്കുന്നുണ്ട്. ആ കുതിരകൾക്ക് കൊടുത്തോളൂ. അതെനിക്ക് തന്നതുപോലെ തന്നെയാകും. അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അന്ന് രാത്രി വെള്ളം മാത്രം കുടിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അവിടെ തന്നെ കിടന്നുറങ്ങി. അവർക്ക് തയ്യാറാക്കി കൊടുത്ത മെത്ത കരിയിലകൾ കൊണ്ടും മറ്റ് പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിടക്കയിലാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കിടന്നത്. ലക്ഷ്മണൻ ഒരു മരത്തിൽ ചാരി അവർക്ക് കാവലായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഗുഹൻ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ ലക്ഷ്മണകുമാര, ഉറങ്ങിക്കോളൂ. ഞാൻ നല്ല മെത്ത കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വിശ്രമിക്കൂ, ഉറങ്ങൂ. ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങില്ല. ശ്രീരാമചന്ദ്രൻ കിടക്കുന്നുണ്ടോ നിലത്ത് കരിയില കൊണ്ടുണ്ടാക്കിയ പായല്. ഞാൻ ഇത് കണ്ടിട്ട് എങ്ങനെ ഉറങ്ങും? ദേവന്മാർക്കും അസുരന്മാർക്കും പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ശ്രീരാമചന്ദ്രൻ നിലത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങില്ല. ഞാനിവിടെ കാവൽ നിൽക്കും. ഗുഹൻ പറഞ്ഞു, ഞങ്ങൾ നിന്നോളാം, ഞാനുണ്ട്, സൈന്യമുണ്ട്. ശ്രീരാമൻ ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കും. അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഉറങ്ങുന്നില്ല. അന്ന് രാത്രി ഗുഹനും ഉറങ്ങാതെ കാത്തിരുന്നു. ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കാത്തിരുന്നു. പിറ്റേ ദിവസം ഗുഹനോട് യാത്ര പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ പിരിയുകയാണ്. പറയുന്നുണ്ട്, ഈ ജനവാസമുള്ള വനമേഖലയിൽ താമസിക്കാൻ എനിക്കാവില്ല. ആശ്രമ ജീവിതമാണ്, കാനനത്തിനുള്ളിലുള്ള ആശ്രമ ജീവിതമാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഇനി സന്യാസിയെ പോലെയായിരിക്കും ഞാൻ ജീവിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീയെ ജട പിടിപ്പിക്കാനുള്ള പേരാലിൻ്റെ കറ അത് കൊണ്ടുവന്ന് തരണം. അങ്ങനെ ഉടനെ തന്നെ ഗുഹൻ പേരാലിൻ്റെ കറ കൊണ്ട് കൊടുക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും മുടി ജട പിടിപ്പിക്കുന്നു. അവരെ വഞ്ചിയിൽ കയറ്റി ഗുഹൻ അക്കരെ കടത്തുന്നു. മനോഹരമായ വഞ്ചിയിലാണ് കയറ്റി കൊണ്ടുപോകുന്നു. അതൊക്കെ വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ. അതൊക്കെ വാൽമീകി രാമായണത്തിൽ കൂടെ തന്നെ വായിച്ചറിയേണ്ടതാണ്. ആ വഞ്ചിയെക്കുറിച്ചൊക്കെ ഒരു വർണ്ണനയുണ്ട്. ഇന്നത്തെ BMW കാറൊക്കെ ഇല്ല, അതേപോലത്തെ ഒരു വഞ്ചിയിലാണ് കൊണ്ടുപോകുന്നത്. തുഴക്കാര്, അമരക്കാര്, അതൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത്ര സുന്ദരമാണ് വാൽമീകി രാമായണം വായിക്കുമ്പോൾ. അങ്ങനെ അക്കരയ്ക്ക് പോയി. തിരിച്ച് ഭരതൻ വന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം അറിയുന്നു. തനിക്ക് രാജാവാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചതുരംഗ സൈന്യത്തോടും കൂടി കാട്ടിലേക്ക് പോകുന്നു. ഭരതനും ഈ ശൃംഗവേരപുരത്ത് ഗംഗാനദിയിൽ തമ്പടിക്കുന്നു. ഇത് ഗുഹൻ കാണുന്നു. ഗുഹന് വലിയ ആശങ്കയുണ്ടാകുന്നു. ചതുരംഗ സൈന്യത്തോടും കൂടി ഭരതൻ വരുന്നത് തങ്ങളെ ആക്രമിക്കാനാണോ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ വധിച്ചിട്ട് തനിക്ക് കിട്ടിയ രാജ്യശ്രീ സ്ഥിരമായി നിർത്താനാണോ ഭരതന്റെ ഉദ്ദേശം? ഗുഹൻ തൻ്റെ സൈന്യത്തെ എല്ലാം അണിനിരത്തി നിർത്തുന്നു. നമ്മൾ യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നാലും ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ഇയാൾ പോകരുത്. അഥവാ പോയാൽ തന്നെ നമ്മളെല്ലാവരുടെയും മരണത്തിന് ശേഷമായിരിക്കും. അങ്ങനെ സൈന്യത്തെ എല്ലാം സജ്ജീകരിച്ചിട്ട് ഭരതന്റെ ശരിയായ ഇംഗിതം ഉദ്ദേശം അറിയാൻ വേണ്ടി ഗുഹൻ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ തന്നെ ഭക്ഷണപേയങ്ങളെല്ലാം കൊടുത്ത് പറയുന്നു, അങ്ങേക്കുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് രാജാവായി ഞങ്ങൾ അറിഞ്ഞു, അവിടെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. എന്ന് ദയവായി മാപ്പാക്കണം, ഇത് സ്വീകരിക്കണം. ഭരതൻ പറയുന്നു, ഇതൊന്നും സ്വീകരിക്കാൻ സമയമില്ല. എനിക്ക് പെട്ടെന്ന് ഭരദ്വാജാശ്രമത്തിലേക്ക് പോകണം. അതിനുള്ള വഴി പറഞ്ഞു തരണം. ഗുഹന്റെ ആർജവം, സത്യസന്ധത, ധർമ്മനിഷ്ഠത ഇപ്പോഴാണ് കാണുന്നത്. ഗുഹൻ പറയുന്നു, അങ്ങയെ ഭരദ്വാജാശ്രമത്തിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ സൈന്യം മുഴുവൻ അങ്ങയുടെ കൂടെ വരും. ഞാനും വരാം. എനിക്ക് ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. അങ്ങേക്ക് തിരുവുള്ളക്കേടുണ്ടാകരുത്. എന്തൊരു ആർജവമാണെന്ന് നോക്കണേ. എന്താ അത്? അങ്ങയുടെ ഈ യാത്ര ശ്രീരാമചന്ദ്രന് ദ്രോഹം ചെയ്യാനല്ല എന്ന് ഞാൻ ധരിച്ചോട്ടെ. ഈ ചതുരംഗ സൈന്യം കാണുമ്പോൾ എനിക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട്. ഭരതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമല്ല. ശ്രീരാമചന്ദ്രൻ എൻ്റെ ജ്യേഷ്ഠനാണ്, പിതൃതുല്യനാണ്. അദ്ദേഹത്തെ രാജാവായി വാഴിക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഗുഹനപ്പോൾ ഉത്തരം പറയുകയാണ്, അങ്ങേക്ക് ആഗ്രഹിക്കാതെയും ആവശ്യപ്പെടാതെയും കിട്ടിയ രാജശ്രീയെ അങ്ങ് ഉപേക്ഷിച്ചല്ലോ. അങ്ങേക്ക് തുല്യനായി മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. ഗുഹൻ വീണ്ടും പറയുന്നു, ലോകമുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തിയും നിലനിൽക്കും. ഇനി നമുക്ക് മറ്റൊരു രംഗം ശ്രദ്ധിക്കാം. ഈ ഭരതൻ ശ്രീരാമചന്ദ്രനെ കാണുന്ന രംഗം. രാമരാജ്യം എന്ന് പറഞ്ഞൊരു വലിയ സങ്കല്പമുണ്ട്.
ആ സങ്കല്പം പൂർണ്ണമായും പ്രജാക്ഷേമത്തെ മാത്രം മുൻനിർത്തി ഭരിക്കുന്ന രാജ്യം, അതാര് ഭരിച്ചാലും, ഏതു രാജ്യത്ത് ഭരിച്ചാലും, ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും അത് രാമരാജ്യമായിരിക്കും. അവിടെ രാജാവിനോ രാജാവിൻ്റെ കുടുംബക്കാർക്കോ സ്വന്തക്കാർക്കോ സാധാരണ പൗരന്മാർക്കുണ്ടാകുന്ന അവകാശമോ അധികാരമോ ഉണ്ടാവില്ല. അവിടെ ഭരണമെന്ന് പറഞ്ഞാൽ തപസ്സാണ്, സ്വയം എരിഞ്ഞില്ലാതാകലാണ്, സമർപ്പണമാണ്, ത്യാഗപൂർണമായിരിക്കും ആ ഭരണം. ആ ഭരണം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം രാമരാജ്യമാണ്. രാമായണത്തിലെ ആദ്യ രാമരാജ്യം ശ്രീരാമൻ ഭരിച്ചതല്ല. അതിനു മുമ്പ് ഭരതൻ 14 കൊല്ലം ശ്രീരാമന്റെ പാദുകം വെച്ച് ഭരിച്ചില്ലേ, അതിനെയാണ് രാമരാജ്യം എന്ന് രാമായണത്തിൽ ആദ്യം പറയുന്നത്. അത് ഈ ഭരതൻ ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ ആ ഒരു രംഗമുണ്ട്. ഭരതന്റെ നെറുകയിൽ ചുംബിച്ച് മടിയിലിരുത്തും. മടിയിലിരുത്തിയിട്ട് വാൽമീകി പറയാണ്, സാദരം പറഞ്ഞു. അനിതനെന്ന നിലയിൽ ചുംബിച്ച് മടിയിലിരുത്തി, എന്നിട്ട് സാദരം പറഞ്ഞു, ആദരവോടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതെന്താണ്? കാരണം ഭരതനാണ് രാജാവ്, താനിപ്പോൾ പ്രജയാണ്, ഭരണത്തെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആദരവോടെ പറയുകയാണ്. ഈ സർഗത്തെ രാമായണത്തിലെ കച്ചിത് സർഗം എന്നാണ് പറയാ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ നേരിട്ട് ഉപദേശിക്കല, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ചെയ്യുന്നില്ലേ, ചെയ്യണോ, ചെയ്യണം എന്ന് പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. അത് മനോഹരമായൊരു ഉപദേശമാണ്. ആദ്യം തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഭരത, നമ്മുടെ അയോധ്യ യജ്ഞസ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, തണ്ണീർപ്പന്തലുകൾ, ഉത്സവങ്ങൾ ഇതെല്ലാം യഥാവിധി നടക്കുന്നതിനാൽ പ്രജകളെല്ലാം ആനന്ദ തുന്തിലരാണ്. പാപികളില്ലാത്ത നാടാണ്. ആർക്കും ഭയമോ ഭീതിയോ ഇല്ല. കൃഷിക്ക് കൂട്ടാനായിട്ട് ഇഷ്ടംപോലെ കന്നുകളുണ്ട്. കൃഷിയിടങ്ങൾ മൃഗങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തം. ആധുനികരെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചു എന്ന് പറയുന്നവർക്കും നമുക്ക് ഇന്നും സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ് കൃഷിയിടങ്ങൾ കാട്ടുമൃഗങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തം. ഇതെല്ലാം നീ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചെയ്യണം എന്ന് പറയുന്നില്ല. അടുത്ത് പറയുന്നു, നമ്മുടെ പരമ്പരാഗത ഗുരുവും ബ്രഹ്മജ്ഞാനിയുമായ വസിഷ്ഠ മഹർഷിയെ നീ ദിവസവും പൂജിക്കുന്നില്ലേ? ഇതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നമ്മളിത് ചെയ്യുന്നില്ല. നമ്മുടെ ഗുരു പരമ്പരയെ നമ്മൾ പൂജിക്കുന്നില്ല, അവരെ നമ്മൾ ആദരിക്കുന്നില്ല. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതാ ശ്രീരാമചന്ദ്രൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഗുരുദേവനും പറയുന്നുണ്ട്, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടയണം അറിവായി, ഇന്നതിന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടയണം. ഉണരരുതിനി, ഈ ലൗകിക കാര്യങ്ങളിലേക്ക് ഒരിക്കലും ഉണരരുത്. ഉറങ്ങിടാതിരുന്നിടയണം അറിവായി, ആ അറിവായിട്ട് ആ അറിവിലേക്ക് ഉണർന്നിരിക്കണം, സ്ഥിതപ്രജ്ഞതയിലിരിക്കണം. ഇന്ന് അതിന് അയോഗ്യനെന്നാൽ, കാരണം എല്ലാവർക്കും അത് സാധിക്കില്ല, നമുക്കൊന്നും സാധിക്കില്ല എന്ന് ഗുരുദേവൻ അറിയാം. അപ്പോഴെന്ത് ചെയ്യണം? പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും ഗുരുജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ മനസ്സുകൊണ്ട് അവരെ, ശരീരം കൊണ്ട് അവരെ പൂജിക്കണം, അവരോട് ആദരവ് കാണിക്കണം. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മജ്ഞാനിയും നമ്മുടെ പരമ്പരാഗത ഗുരുവുമായ വസിഷ്ഠനെ നീ ദിവസവും പൂജിക്കുന്നില്ലേ? അടുത്തത് പറയുന്നു, രാജ്യം ഭരിക്കുന്നവൻ എന്നും ദിവസത്തിൻ്റെ ആദ്യ പകുതി, അതായത് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം പൊതുജനങ്ങളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം വലിയൊരർത്ഥമാണത്. കാരണം ഓരോ പൗരനും രാജാവിനോട് നേരിട്ട് സങ്കടം ബോധിപ്പിക്കാനും പരാതികൾ പറയാനും അവസരം രാജാവ് നേരിട്ടുണ്ടാക്കണം. ഇന്നത്തെ ജനാധിപത്യത്തിൽ പോലും ഇത്ര ഇതിനുള്ള സൗകര്യമുണ്ടോ എന്ന് സംശയമാണ്. അന്ന് പറയുകയാണ്. പിന്നെ പറയുന്നു, ജനനായകൻ എന്തെല്ലാം ആകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വിവരദോഷി, നാസ്തികൻ, കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നവൻ, അറിവുള്ളവർക്കെതിരെ മുഖം തിരിക്കുന്നവൻ, അറിവില്ലാത്തവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവൻ, നിശ്ചയിച്ച കാര്യങ്ങൾ യഥാസമയത്ത് നടത്താത്തവൻ, ഇതെല്ലാം ആകാതിരിക്കാൻ നീ ശ്രദ്ധിക്കുന്നില്ലേ? പിന്നെ പറയുന്നു, ജാഗരൂകനായിരിക്കണം രാജാവും രാജ്യത്തിൻ്റെ ഭരണപക്ഷത്തുള്ളവരും. അതെന്തൊക്കെയാണെന്ന് പറയുന്നു. മദ്യപാനം, വ്യഭിചാരം, നായാട്ട്, ചൂത്, ആട്ടം, കൊട്ട്, പാട്ടം, പകലുറക്കം, ചുറ്റിക്കറക്കം,
പരദൂഷണം, ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം ജാഗരൂകനായിരിക്കണം. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതെ നീ സൂക്ഷിക്കുന്നില്ലേ എന്ന് പറയുകയാണ്. പിന്നെ പറയുന്നു, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് 5 തരം ദുർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുർഗം എന്ന് പറഞ്ഞാൽ കോട്ട. 1 വൃക്ഷം, 2 പർവ്വതം, 3 ജലം, 4 ഈരണം, 5 ധന്യം. ഒന്നാമത്തേത് പറയുന്നത് പർവ്വതങ്ങളിൽ കെട്ടിയുണ്ടാക്കുന്ന ദുർഗമാണ്, കോട്ടയാണ് പർവ്വത ദുർഗം. ജലാശയത്തില്, നദിയില് ജലം നികത്തിയോ ദ്വീപുകളിലോ ഉണ്ടാക്കുന്ന കോട്ടയാണ് ജലദുർഗം. 3-ാമത്തേത് വൃക്ഷദുർഗം, വൃക്ഷങ്ങളുടെ മേലെ കെട്ടിയുണ്ടാക്കുന്ന കോട്ട. അതാണ് ശത്രുരാജ്യങ്ങളുടെ നീക്കത്തെ തിരിച്ചറിയാനുള്ളതും അഭയത്തിന് സ്വപക്ഷത്തുള്ള ഭടന്മാർക്ക് അഭയം നൽകുന്നതുമായ കോട്ട. അതാണ് വൃക്ഷദുർഗം. പിന്നൊന്ന് ഈരണദുർഗം, കൃഷിക്കാർ ഉപേക്ഷിച്ചു പോയ തരിശു ഭൂമിയിൽ കെട്ടിയുണ്ടാക്കുന്ന കോട്ടയ്ക്കാണ് ഈരണദുർഗം എന്ന് പറയുക. പിന്നത്തേത് ധന്യദുർഗം, അത് മരുഭൂമിയിൽ കെട്ടിയുണ്ടാക്കുന്ന കോട്ടയാണ്. ഇന്നും പട്ടാളക്കാരോട് ചോദിച്ചറിയാം, ഒരു രാജ്യാതിർത്തിയിൽ ഒരു മരുഭൂമി ഉണ്ടെങ്കിൽ അത് എത്രത്തോളം യുദ്ധത്തിന് ഉപകരിക്കും എന്നുള്ളത്. നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയൊക്കെ പട്ടാളക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എത്രത്തോളം നമുക്കത് സൗകര്യപ്രദമാണ് ശത്രുരാജ്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. അതും അന്ന് ചിന്തിച്ചിരുന്നു. മന്ത്രിമാരെ നിയമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. സൈനികർക്ക് കൃത്യസമയത്ത് ശമ്പളവും ഭക്ഷണം കൊടുക്കാൻ നീ ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ ചോദിക്കുകയാണ് ഓരോന്നും. പിന്നെ പറയുകയാണ്, സ്വാദുള്ള ഭക്ഷണം കിട്ടിയാൽ നീ ഒറ്റയ്ക്ക് കഴിക്കരുത്, അതെല്ലാവർക്കും കൊടുത്തിട്ട് വേണം കഴിക്കാൻ, അത് ശ്രദ്ധിക്കുന്നില്ലേ? ഇത് പെട്ടെന്ന് തോന്നും, എന്താണ് ഇത്രയും രാജ്യകാര്യങ്ങളിടയ്ക്ക് ഈ സ്വാദുള്ള ഭക്ഷണം? 2 കാര്യങ്ങളുണ്ട് അതിൽ. 1 സ്വാർത്ഥതയില്ലാതിരിക്കണം. 2 അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ അപായപ്പെടുത്താനായിട്ട് ഇന്നത്തെ പോലെ തോക്കോ ബോംബോ സൂയിസൈഡ് ബോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഉപയോഗിച്ചിരുന്നത് 1 വിഷകന്യകളെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ചു കൊല്ലുക, 2 ഭക്ഷണത്തിൽ വിഷം കലർത്തുക. ഇതിനുള്ള സാധ്യത ഒഴിവാക്കാനും കൂടിയാണ് പറയുന്നത്. സ്വാദുള്ള ഭക്ഷണം കിട്ടിയാൽ നീ ഒറ്റയ്ക്ക് കഴിക്കരുത്, അത് പങ്കിട്ട് വേണം കഴിക്കാൻ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ 76 ശ്ലോകങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത്. അതെല്ലാം വാൽമീകി രാമായണത്തിൽ തന്നെയാണ് നമ്മൾ വായിച്ചറിയേണ്ടത്. ഇനി അടുത്തത് രാവണനെ നമുക്കൊന്ന് പരിചയപ്പെടാം. രാവണനെ 10 തലകളും 20 കൈകളുമുള്ള ആളായിട്ടാണ് രാമായണം ചിത്രീകരിക്കുന്നത്. 10 തലകളും 20 കൈകളും എന്ന് പറഞ്ഞാൽ അപാരമായ ബുദ്ധിയുടെയും അതിശക്തിയുടെയും പ്രതീകമായിട്ടാണ് രാവണനെ അവതരിപ്പിക്കുന്നത്. അയാൾക്ക് 10 തലയാണ് എന്ന് പറഞ്ഞാൽ 10 തലയുണ്ടെന്നല്ല അർത്ഥം. അത്രയ്ക്ക് ബുദ്ധിയുണ്ട്. ശക്തിയാണെങ്കിലോ അപരിമിതമായ ശക്തിയാണ്. ആ ശക്തിയും ബുദ്ധിയും ഒന്നിച്ചു ചേരുക എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. പല പല അനർത്ഥങ്ങളും അവർ സൃഷ്ടിക്കും. എന്നാൽ ഹൃദയമുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. 10 തലയും 20 കൈകളും 15 ഹൃദയമുള്ളവനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാവണൻ രാമനായി മാറുമായിരുന്നു. അവിടെ ഹൃദയത്തിൻ്റെ അഭാവമുണ്ടായിരുന്നു. ഹൃദയമെന്ന് പറയുന്നത് ഹാർട്ടല്ല, ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ അല്ല പറയുന്നത്. ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈശ്വരൻ വസിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സദ്ഗുണങ്ങളുടെ ഇരിപ്പിടം. ആ ഇരിപ്പിടമാണ് ഹൃദയമായിട്ട് പറയുന്നത്. അത് ഇല്ലാത്തവനായിരുന്നു രാവണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് നല്ല വസ്തു കണ്ടാലും അത് തൻ്റേതാക്കണം എന്ന ചിന്ത വരിക. ജ്യേഷ്ഠനായ വൈശ്രവണനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പുഷ്പവിമാനം കൈക്കലാക്കി. എന്ത് നല്ലത് കണ്ടാലും അദ്ദേഹത്തിന് വേണം. ദേവേന്ദ്രൻ്റെ അവിടുന്ന് ഔഷധ വൃക്ഷങ്ങൾ കൊണ്ടുവന്ന് ലങ്കയിൽ നടും, ദേവേന്ദ്രനെ കെട്ടിവരിഞ്ഞിടും. അങ്ങനെയാണ് സീതാദേവിയെ അപഹരിക്കാനുള്ള ദുർബുദ്ധി തോന്നിയത്. അങ്ങനെ സീതാദേവിയെ അപഹരിക്കുമ്പോൾ മറ്റൊരു കഥാപാത്രമുണ്ട് അവിടെ, ജടായു. ഈ ജടായുവിനെ ആദ്യം ശ്രീരാമചന്ദ്രൻ കാണുന്നത് വനവാസ സമയത്ത് പഞ്ചവടിയിലെത്തുമ്പോൾ, പഞ്ചവടിയിൽ വെച്ചാണ് ജടായുവിനെ ആദ്യം കാണുന്നത്. ജടായുവിനെ കാണുമ്പോൾ ആദ്യം ഒരു രാക്ഷസനാണ്, ഒരു ഭീമാകാരനായ രാക്ഷസനാണെന്ന് ധരിച്ചിട്ട് ആക്രമിക്കാൻ പോകുന്നു. അപ്പോൾ ജടായു പറയുന്നു, അരുത് രാമചന്ദ്ര, ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ ദശരഥൻ്റെ ഉത്തമ മിത്രമാണ്, സഖാവാണ്. നോക്കൂ, ഇവിടെ ഒരു പക്ഷി ദശരഥൻ്റെ ചക്രവർത്തിക്ക് സഖാവായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ പുറത്തു പോകുമ്പോൾ സീതയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാം. ശ്രീരാമചന്ദ്രന് വളരെ സന്തോഷമായി. അച്ഛൻ മരിച്ചെങ്കിലും അച്ഛൻ്റെ സഖാവിനെ അടുത്ത് കിട്ടിയല്ലോ. ആ സമയത്താണ് ഇവരെ മരീചൻ വന്ന് രാമനെയും ലക്ഷ്മണനെയും അകറ്റിയിട്ട് സീതയെ അപഹരിക്കുന്നത്. അപ്പോൾ സീത നിലവിളിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ജടായുവിനെ കാണും. ജടായുവിനോട് പറയുന്നുണ്ട്, ജടായു, നീ രാമനെ അറിയിക്കണം എന്നെ രാക്ഷസൻ കട്ടുകൊണ്ടുപോയ വിവരം. കാരണം നിനക്കൊറ്റയ്ക്ക് ഈ രാക്ഷസനെ നേരിടാനാവില്ല.
അതുകൊണ്ട് വേഗം അറിയിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ ജഡായു അങ്ങനെയല്ല ചെയ്യുന്നത്. ജഡായു ആദ്യം രാവണനോട് പറയുകയാണ്, നീ ഇത് ചെയ്യരുത്, അന്യരുടെ ഭാര്യയെ മോഷ്ടിക്കുന്നത് അധർമ്മമാണ്, അധർമ്മം ചെയ്യരുത്, നീ നശിക്കും. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് രാവണൻ കൂട്ടാക്കുന്നില്ല. ജഡായു ആകാശത്തിലേക്ക് പറക്കുകയാണ്. പുഷ്പക വിമാനത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് രാവണനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഒന്ന് ആലോചിക്കണം, ദേവന്മാരെ പോലും വിറപ്പിച്ച, ദേവേന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയിട്ട് രാവണന്റെ മുമ്പിലേക്ക് താൻ മരിക്കുമെന്ന് 100% ഉറപ്പോടുകൂടി ജഡായു ചെന്ന് ആക്രമിക്കുകയാണ്. വാൽമീകി ആ യുദ്ധത്തെ വർണ്ണിക്കുന്നുണ്ട്. 2 മേഘങ്ങൾ കൂട്ടിയിടിക്കുന്നത് പോലെ, ആകാശത്ത് പറക്കുന്ന 2 പർവ്വതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന പോലെയായിരുന്നു ജഡായുവും രാവണനും തമ്മിലുള്ള സംഘർഷം. ജഡായു കൊക്കുകൊണ്ടും നഖങ്ങൾ കൊണ്ടും രാവണനെ കുത്തി മുറിവേൽപ്പിക്കുന്നു. രാവണന്റെ രഥം അടിച്ചു തകർക്കുന്നു. സാരഥിയെ കൊല്ലുന്നു, കുതിരകളെയും കൊല്ലുന്നു. രാവണനെ ഇത് അസ്ത്രമെല്ലാം ജഡായുവിൽ ഏൽക്കുന്നുണ്ടെങ്കിലും പിന്നെയും ശക്തിയോടുകൂടി തന്നെ അവിടെ ജഡായു പൊരുതുകയാണ്. കാരണം ഒരു സ്ത്രീ അപമാനിക്കപ്പെടരുത്, പീഡിപ്പിക്കപ്പെടരുത് എന്ന നിർബന്ധം ജഡായുവിനുണ്ടായിരുന്നു. അവസാനം വാളെടുത്തിട്ട് അതിൻ്റെ 2 ചിറകുകളും രാവണൻ വെട്ടി വീഴ്ത്തുകയാണ്. അങ്ങനെ മൃതപ്രായനായിട്ട് ജഡായു ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ ജഡായു വിവരങ്ങളെല്ലാം പറയുന്നു. ജഡായു അപ്പോൾ തന്നെ മരിക്കുന്നു. ജഡായുവിൻ്റെ ഉദകക്രിയകളെല്ലാം ചെയ്തിട്ട് ശ്രീരാമചന്ദ്രൻ സീതയെ അന്വേഷിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ജഡായുക്കളുടെ അഭാവമാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇങ്ങനെയുള്ള ജഡായുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 10ഓ 100ഓ 1000ഓ ജഡായുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെടില്ല, ഒരു സ്ത്രീയും അപമാനിതയാകില്ല. നമ്മൾ രാമായണ പാരായണം കൊണ്ട്, രാമായണ ശ്രവണം കൊണ്ട്, മനനം കൊണ്ട് ശ്രീരാമചന്ദ്രനാകാൻ സാധിച്ചില്ലെങ്കിലും, ലക്ഷ്മണനും ഹനുമാനും ആകാൻ സാധിച്ചില്ലെങ്കിലും ഒരു ജഡായുവെങ്കിലും ആയാൽ അത് വലിയ കാര്യമാണ്. ഒരു സ്ത്രീയും അപമാനിക്കപ്പെടാതിരിക്കും. ജഡായുക്കൾ ഉണ്ടായി വന്നാൽ രാമായണ പാരായണത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവരുടെ യാത്ര, ജഡായുവിൻ്റെ സംസ്കാരത്തിന് ശേഷം രാമനും ലക്ഷ്മണനും കൂടി ജഡായു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രാക്ഷസനായ രാവണനാണ് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയത്, അയാൾ തെക്കോട്ടാണ് പോയത്. അങ്ങനെ ഇവർ തെക്കോട്ട് പോവുകയാണ്. തെക്കെന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകലങ്ങനെ തുടരുകയാണ്. പാമ്പോട്ട് ചാകുന്നുമില്ല, വടിയോട്ട് ഒടിയുന്നുമില്ല എന്ന് പറഞ്ഞ മാതിരി യാത്ര ഇങ്ങനെ തുടരുകയാണ്. ലക്ഷ്യത്തിലെത്തുന്നുമില്ല, ഇവർ തളരുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം ഇവരുടെ മുമ്പിലേക്ക് ഒരു ഘോര രാക്ഷസൻ, കബന്ധൻ എന്നാണ് അയാളുടെ പേര്, അയാൾ ഇവരുടെ മുമ്പിലേക്ക് ചാടി വീഴുന്നു. ചാടി വീണപ്പോൾ ഇയാൾക്ക് കഴുത്തും തലയുമില്ല. ഇയാളുടെ വയറ്റിലാണ്. വളരെ നീളമുള്ള കൈകളുണ്ട് ഇയാൾക്ക്. ഈ കൈകൾ കൊണ്ട് പല മൃഗങ്ങളെയും പിടിച്ച് അയാൾ ഭക്ഷിക്കും. അങ്ങനെ ഇയാൾ രാമനെയും ലക്ഷ്മണനെയും കയ്യിലെടുത്തു അവരെ കൊല്ലാൻ ശ്രമിക്കും. ഇപ്പം ലക്ഷ്മണൻ ഭയപ്പെടും. രാമചന്ദ്രൻ പറയും, ഭയപ്പെടണ്ട, ഇവൻ്റെ കയ്യിലാണ് ശക്തി, ഈ കൈ നമുക്ക് വെട്ടി വീഴ്ത്താം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അയാളുടെ വലത് കൈയും ലക്ഷ്മണൻ ഇടത് കൈയും വെട്ടി വീഴ്ത്തും. അപ്പോൾ ഈ കബന്ധൻ താഴേക്ക് വീഴും. താഴേക്ക് വീണിട്ട് ചോദിക്കും, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു? ലക്ഷ്മണനാണ് ഉത്തരം പറയുന്നത്. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ മകനാണ്. ചക്രവർത്തിയായി അഭിഷേകം ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷേ വിധിവശാൽ വനവാസത്തിന് വന്നു. ഇവിടെ വച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അപഹരിക്കപ്പെട്ടു. രാവണനാണ് കൊണ്ടുപോയത്. നീ ആരാണ്? കബന്ധൻ പറയുന്നു, ഞാൻ ധനുവിൻ്റെയും കശ്യപിൻ്റെയും പുത്രനാണ്. എൻ്റെ അഹങ്കാരപൂർണമായ കർമ്മം കൊണ്ട്, സ്ഥൂലശിരസ് എന്ന മഹർഷിയുടെ ശാപം കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. എനിക്ക് ഇതിന് ശാപമോഷവും മഹർഷി പറഞ്ഞിരുന്നു. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും വന്ന് നിന്റെ കൈ അറക്കുമ്പോൾ നിനക്ക് ശാപമോഷം കിട്ടും, നിന്റെ ദിവ്യരൂപം തിരിച്ചു കിട്ടും. ലക്ഷ്മണൻ ചോദിക്കുന്നു, സീതയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്കറിയാം, പക്ഷേ ഈ ശരീരത്തിലിരുന്ന് എനിക്ക് ആ ജ്ഞാനം ഉണ്ടാവുന്നില്ല. എൻ്റെ ശരീരത്തെ വേഗം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടും. ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം, മാർഗം പറഞ്ഞു തരാം. ഉടനെ തന്നെ ലക്ഷ്മണൻ ആ പർവ്വതത്തിൻ്റെ താഴെ ഒരു കുഴിയിൽ കമ്പുകൾ വെച്ച് ഈ കബന്ധൻ്റെ ദേഹം ദഹിപ്പിക്കുന്നു. ആ ദഹനത്തിന് ശേഷം കബന്ധൻ ദിവ്യരൂപം കൊണ്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ പറയുന്നു, സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് രാവണൻ തന്നെയാണ്. ഇപ്പോൾ സീതയെ വീണ്ടെടുക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. കാരണം അങ്ങ് ദുഃഖിതനാണ്, അങ്ങേക്ക് ഇപ്പോൾ ഗ്രഹപ്പുഴയാണ്, സമയമോശമാണ്. ഇപ്പോൾ ഒരേ ഒരു മാർഗം വേറൊരു സമയമോശക്കാരനായിട്ട്, ഒരു ഗ്രഹപ്പുഴക്കാരനുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതിനൊരാളെയും ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ തെക്കോട്ട് പോകരുത്, നിങ്ങൾ പടിഞ്ഞാറേക്ക് പോകണം.
പടിഞ്ഞാറേക്ക് പോകുമ്പോൾ അവിടെ ഋഷിമൂകാചലം എന്നൊരു പർവ്വതമുണ്ട്. അവിടെ ഒരു വാനരശ്രേഷ്ഠനുണ്ട്. സുഗ്രീവൻ എന്നാണ് അയാളുടെ പേര്. അയാളും രാജ്യവും ഭാര്യയും നഷ്ടപ്പെട്ട് ദുഃഖിതനായിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടാക്കണം, അഗ്നിസാക്ഷിയായി നിങ്ങൾ സൗഹൃദമുണ്ടാക്കണം, സത്യപ്രതിജ്ഞ ചെയ്യണം. അത് മാത്രമേ നിങ്ങളുടെ ഭാര്യയെ വീണ്ടെടുക്കാൻ വഴിയുള്ളൂ. ഈ സുഗ്രീവൻ സാധാരണക്കാരനല്ല, സൂര്യപുത്രനാണ്. സൂര്യൻ്റെ വെളിച്ചവും ചൂടും എത്തുന്ന സ്ഥലങ്ങളെല്ലാം അയാൾക്കറിയാം. ഒരാളുടെ സ്ഥലജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. സൂര്യൻ്റെ ചൂടും വെളിച്ചവും എത്തുന്ന സ്ഥലങ്ങളെല്ലാം അയാൾക്കറിയാം. അയാളും അയാളുടെ കിങ്കരന്മാരും കൂടി സീതാദേവി എവിടെയുണ്ടെങ്കിലും, പർവ്വതത്തിലാണെങ്കിലും വനത്തിലാണെങ്കിലും ഗുഹയിലാണെങ്കിലും ഗഹുരത്തിലാണെങ്കിലും ചീകി തപ്പി അവർ പുറത്തു കൊണ്ടുവരും. അതിന് കഴിവുള്ളവൻ തന്നെയാണ് സുഗ്രീവൻ. അവൻ്റെ കാര്യവും നിങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇനി അഥവാ അവൻ്റെ കാര്യം സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ കാര്യം അവൻ തീർച്ചയായും സാധിച്ചു തരും. ഈ ഒരു തിരിവ് രാമായണത്തിൽ പ്രതീക്ഷിക്കാത്തൊരു തിരിവാണ്. തെക്കോട്ട് പോയിരുന്നവർ പടിഞ്ഞാറേക്ക് പോകുന്നു. ഈ പടിഞ്ഞാറേക്കുള്ള യാത്രയിൽ വെച്ചിട്ടാണ് വളരെ ഒരു അത്ഭുതകരമായ സംഭവം നടക്കുന്നത്. ലോകം കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും ദിവ്യ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അത്ഭുതമായ കൂടിക്കാഴ്ച നടക്കുന്ന ഒരു സൗഹൃദം സംഭവിക്കുന്നത് ഈ തിരിവിലൂടെയാണ്. ഈ യാത്രയിലാണ് ശ്രീരാമചന്ദ്രനും ഹനുമാനും കണ്ടുമുട്ടുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൊന്നായ അത് സംഭവിക്കുന്നത് ഈ കബന്ധൻ്റെ ഉപദേശപ്രകാരം ഈ മാർഗം തിരിച്ചു പോകുന്നത് കൊണ്ടാണ്. അവരങ്ങനെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. അവിടെ വെച്ചാണ് ശബരിയെ കാണുന്നതും ശബരിയുടെ സ്വീകരണം ഏൽക്കുന്നതുമെല്ലാം അവിടെ വെച്ചാണ്. അതിനുശേഷം ഇവർ ഋഷിമുഖാചലത്തിലേക്ക് എത്തുന്നു. ഋഷിമുഖാചലത്തിൽ നിന്ന് സുഗ്രീവൻ താഴേക്ക് നോക്കുമ്പോൾ ആയുധധാരികളായ 2 പേര് വരുന്നുണ്ട്. അവരുടെ കയ്യിലെല്ലാം ആയുധമുണ്ട്. അവർ ശക്തരാണ്. അവർ തങ്ങളെ ആക്രമിക്കാൻ ബാലി അയച്ചതാണോ എന്ന് സംശയമുണ്ടാകുന്നു. ഹനുമാനോട് പറയുന്നു, നീ പോയി നോക്ക്, അവരാരാന്ന് നോക്കണം. നല്ലവരാണെങ്കിൽ സഖ്യമുണ്ടാക്കണം, അല്ലെങ്കിൽ അകറ്റണം. ഹനുമാൻ ഇത്രയും മതിയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഇവരെ സമീപിക്കുന്നു. ആദ്യം ഇവരെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശരീര സൗഷ്ഠവം കണ്ടാൽ, മുഖത്തിൻ്റെ കാന്തി കണ്ടാൽ സാധാരണ മനുഷ്യരല്ലെന്ന ഉറപ്പാണ്. നിങ്ങൾ ദേവന്മാരാണോ? ദേവേന്ദ്രൻ തന്നെയാണോ? അഷ്ടവസുക്കളിൽ ആരെങ്കിലുമാണോ? നിങ്ങളുടെ ശരീരശക്തിയും കാന്തിയും കൊണ്ട് ഈ ഭൂമി, പർവ്വതങ്ങളും സമുദ്രങ്ങളും കാനനവും നിറഞ്ഞ ഈ ഭൂമി മുഴുവൻ ഭരിക്കാൻ യോഗ്യരാണ് നിങ്ങൾ. നിങ്ങൾ ആരാണെന്ന് പറയൂ. രാമനും ലക്ഷ്മണനും ഒന്നും മിണ്ടുന്നില്ല. ഹനുമാൻ വീണ്ടും തുടർന്ന് ചോദിക്കുന്നു. വളരെ വിനയാന്വിതനായിട്ടാണ് പറയുന്നത്, എന്താണ് നിങ്ങളൊന്നും സംസാരിക്കാത്തത്? ഈ പർവ്വതത്തിൽ ഒരു വാനരശ്രേഷ്ഠനുണ്ട്. സുഗ്രീവൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ധർമ്മിഷ്ഠനാണ്, ധർമാത്മാവാണ്. അയാൾക്ക് രാജ്യവും ഭാര്യവും നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠൻ അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. അയാൾ നിങ്ങളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രി, എൻ്റെ പേര് ഹനുമാൻ. ഇത്രയും പറഞ്ഞിട്ട് ഹനുമാൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്നാണ് വാൽമീകി പറയുന്നത്. ഈ ആനന്ദപദം തുടരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു, പ്രകൃഷ്ടവദനായി എന്നാണ് പറയുന്നത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയാണ്, ഇവൻ ഹനുമാനെ കാണിച്ചിട്ട് പറയാണ്, ഋഗ്വേദം പഠിച്ചിട്ടുണ്ട്, യജുർവേദവും സാമവേദവും ഇവന് ഹൃദിസ്ഥമാണ്. കാരണം 3 ഡയലോഗാണ് അവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ. അതിൽ നിന്ന് ഹനുമാനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ശ്രീരാമചന്ദ്രൻ ഗ്രഹിച്ചു കഴിഞ്ഞു. പറയുകയാണ്, ഋഗ്വേദം പഠിച്ചിട്ടുണ്ട്, യജുർവേദവും സാമവേദവും ഇതിന് ഹൃദിസ്ഥമാണ്. അല്ലെങ്കിൽ ഇതേപോലെ സംസാരിക്കാൻ സാധിക്കില്ല. ഇവൻ്റെ സംസാരത്തിൽ ഒരു വ്യാകരണ പിശകില്ല. ഉച്ചാരണമാണെങ്കിൽ ശുദ്ധം. ഇവൻ സംസാരിക്കുമ്പോൾ ഇവൻ്റെ കണ്ണ്, നെറ്റി, പുരികം, മുഖം, കൈകൾ ഇതൊന്നും ആവശ്യത്തിലധികം ചലിക്കുന്നില്ല. ഇവൻ സംസാരിക്കുമ്പോൾ വാക്കുകളെ വലിച്ചു നീട്ടുന്നില്ല, വെട്ടിമുറിക്കുന്നില്ല, വികൃതമാക്കുന്നില്ല, വളച്ചു കെട്ടുന്നില്ല. ഇവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്. അത് തൊണ്ടയിൽ കുരുങ്ങാതെ മൃദുസ്വരത്തിൽ, മധ്യമസ്വരത്തിൽ പുറത്തേക്ക് നിർഗളിക്കുന്നു. ഇങ്ങനെ ഒരാളെ വെട്ടാൻ ആരെങ്കിലും വാളോങ്ങിയാൽ അവൻ്റെ കയ്യെ താനേ താണുപോകും. ഇങ്ങനെ ഒരു ദൂതനെ കിട്ടിയാൽ ആ രാജാവിന് എന്ത് കാര്യമാണ് സാധിക്കാത്തത്? എന്തൊരു മനോഹരമായ വാക്കാണ് പറയുന്നത്. അവിടെ കൊണ്ടും ശ്രീരാമചന്ദ്രൻ നിർത്തുന്നില്ല. അങ്ങ് പറഞ്ഞ സുഗ്രീവനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സുഗ്രീവനുമായി സന്ധി ചെയ്യാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വാൽമീകി പറയുന്നു, ഹനുമാൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു.
ഹനുമാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് സുഗ്രീവന്റെ അടുത്തേക്ക് പോവുകയാണ്. സുഗ്രീവനോട് ചോദിക്കാതെ തന്നെ ഹനുമാൻ സന്ധിക്കാര്യം തീരുമാനിച്ചു. സുഗ്രീവനെ കാണാതെ തന്നെ രാമചന്ദ്രനും സന്ധിക്കാര്യം തീരുമാനിച്ചു. സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പരസ്പരം പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടതിന് ശേഷം സുഗ്രീവൻ പറയുന്നു, ഞാനൊരു സാധാരണ വാനരൻ, അങ്ങ് ചക്രവർത്തി, അങ്ങുമായി സൗഹൃദമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നേട്ടം എനിക്ക് തന്നെയാണ്, ഞാനതിന് അയോഗ്യനാണ്. എങ്കിലും ഞാൻ പറയുന്നു, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കൈ നീട്ടുന്നു, അങ്ങും കൈ നീട്ടു, നമുക്കിവിടെ വെച്ച് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാം, സൗഹൃദം സ്ഥാപിക്കാം. ശ്രീരാമചന്ദ്രൻ കൈ സുഗ്രീവന്റെ കയ്യിലേക്ക് വയ്ക്കുന്നു. ഇപ്പോൾ സുഗ്രീവൻ ആനന്ദതുന്തിലനായി. സുഗ്രീവന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാണ്. 3 പേരുടെ ഹൃദയങ്ങൾ ഒരേ സമയം ഒരേപോലെ ആനന്ദം കൊണ്ട് അവിടെ നിറയുകയാണ്. അതാണ് ആ സൗഹൃദത്തിന്റെ ശക്തി. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ എല്ലാവരും ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് പുളകിതരായ നിമിഷമാണ് ഉണ്ടായത്. അതാണ് ആ സൗഹൃദം എന്നും എന്നും നിലനിൽക്കുന്നത്. ഹനുമാൻ എന്നും മരണമില്ലാത്തവനായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനുശേഷമാണ് സുഗ്രീവന്റെ കഥകളെല്ലാം പറയുന്നതും ബാല്യവധവും രാവണവധവും എല്ലാം നടക്കുന്നത്. അത് വേറൊരു ചെറിയ കഥയുണ്ട്. ഈ വാക്കുകളുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. ഇങ്ങനെ വാക്കുകൾ പറയുന്ന ഒരുത്തനെ വെട്ടാൻ വാളോങ്ങിയാൽ പോലും ആ വാള് താഴേക്ക് വീണുപോകും. വാക്കുകൾ മനോഹരമായി വിനയത്തോടെ ഉച്ചരിച്ചാലുണ്ടാകുന്ന നേട്ടമാണ് ശ്രീരാമചന്ദ്രൻ എടുത്തു പറയുന്നത്. അതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ വാക്കിനെ മോശമായി ഉപയോഗിച്ചാൽ സ്നേഹിക്കാൻ വന്നവൻ പോലും വെട്ടിയിട്ടിട്ട് പോകും. അമ്മ പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ക്ഷീര കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പശുക്കളെ വളർത്തിയിട്ട് പശുവിൻ്റെ പാല്, വെണ്ണ, തൈര്, മോര് ഇതൊക്കെ വിൽക്കുന്ന ആളായിരുന്നു. അടുത്തൊരു ബേക്കറിക്കാരന് ഇദ്ദേഹം സ്ഥിരമായിട്ട് വെണ്ണ വിൽക്കുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ബേക്കറിക്കാരന് സംശയമായി, എനിക്ക് തരുന്ന വെണ്ണയിൽ കുറവ് വരുന്നുണ്ടല്ലോ. അദ്ദേഹം തൂക്കി നോക്കിയപ്പോൾ ശരിയാണ്, കുറഞ്ഞുകൊണ്ടേ വരുന്നു. ബേക്കറിക്കാരൻ ന്യായാധിപൻ്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചു. ഇയാൾ തരുന്ന വെണ്ണയിൽ കുറവുണ്ട്, അതിന് പരിഹാരമുണ്ടാക്കണം. ന്യായാധിപൻ ചോദിച്ചു, ഇയാൾ പറയുന്നത് ശരിയാണോ? എൻ്റെ കയ്യിൽ ത്ലാസേ ഉള്ളൂ, കട്ടിയില്ല. ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ റൊട്ടി മേടിക്കും. ആ റൊട്ടി ഗ്ലാസിൻ്റെ ഒരു ഇതിൽ വയ്ക്കും, മറ്റേതിൽ വെണ്ണയും വയ്ക്കും. അപ്പോൾ ഞാൻ തരുന്ന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തരുന്ന റൊട്ടിയിൽ കുറവുണ്ട്. ഇതാണ് നമ്മൾ എന്ത് കൊടുത്തോ അതാണ് നമുക്ക് കിട്ടുക. ചെറിയ കഥയിലൂടെ വലിയൊരു തത്വമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിലെ ഒരു കാര്യം പറയുന്നുണ്ട്. വളരെ മനോഹരമായൊരു കാര്യമാണത്. ഔദ്യോഗികമായ ജീവചരിത്രത്തിൽ അത് കാണുന്നില്ല, എങ്കിലും നമുക്ക് അത് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമായതുകൊണ്ട് അതും പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഹാസമാധിക്ക് ശേഷം അമേരിക്കയിൽ ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിവേകാനന്ദ സ്വാമികൾക്ക് പോകാൻ ആഗ്രഹമുണ്ടാവുന്നു. ശാരദാദേവിയോട് പോയി ചോദിക്കുകയാണ്, ഞാൻ അമേരിക്കയിൽ പോട്ടെ, മതസമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ? ശാരദാദേവി ചോദിക്കും, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ ധർമ്മം പഠിപ്പിക്കാനാണ് പോകുന്നത്. ശാരദാദേവി അകത്തേക്ക് പോയിട്ട് ഒരു കത്തി കൊണ്ട് വിവേകാനന്ദൻ്റെ കയ്യിൽ കൊടുക്കും. ദൈവം ഈ കത്തി വാങ്ങിക്കും, അതവിടെ വയ്ക്കാൻ പറയും, വയ്ക്കൂ. തിരിച്ച് എൻ്റെയിലേക്ക് തരൂ. തിരിച്ച് വിവേകാനന്ദ സ്വാമികൾ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ ഉടനെ ശാരദാദേവി പറയും, പോകാം, നീ പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പൊയ്ക്കോ, നിനക്ക് ധർമ്മം പഠിപ്പിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ സ്വാമികൾ ചോദിക്കും, ഇതെന്താ കഥ? ഒരു കത്തി എൻ്റെ കയ്യിലേക്ക് തന്നു, അവിടെ വയ്ക്കാൻ പറഞ്ഞു, വെച്ചു. തിരിച്ചു തരാൻ പറഞ്ഞു, തിരിച്ചു തന്നു. ഇതിലിപ്പോൾ എന്താ ഉള്ള മഹത്വം? പറഞ്ഞു, നീ ആ കത്തി എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്ന രീതിയാണ് ഞാൻ നോക്കിയത്. സാധാരണ ഒരാൾക്ക് കത്തി കൈമാറുമ്പോൾ അതിൽ പിടിച്ചിട്ട് മുനയുള്ള ഭാഗമാണ് നീട്ടിത്തരിക. നീ എന്നാൽ അങ്ങനെയല്ല ചെയ്തത്. നീ മുനയുള്ള ഭാഗത്ത് പിടിച്ചിട്ട് ആ പിടിയാണ് എൻ്റെക്ക് നീട്ടിത്തന്നത്. നിന്റെ ഈ സ്വാർത്ഥത പോയിരിക്കുന്നു, നിനക്ക് ധർമ്മം പഠിപ്പിക്കാം. ഇതാണ് രാമായണത്തിൻ്റെ സന്ദേശം. ഇതുതന്നെയാണ് ധർമ്മം. അതുതന്നെയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. ധർമ്മം വിഗ്രഹം കൊണ്ട്, ശരീരം കൊണ്ട് വന്നവനാണ് രാമൻ എന്നാണ് പറയുന്നത്. നമുക്ക് അധികം നീട്ടുന്നില്ല, സമയം ഒരുപാടായി. ഇപ്പം തന്നെ മഹാഭാരതത്തിൽ മാർക്കണ്ഡേയ മഹർഷിയോട് ധർമ്മപുത്രർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ധർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് മഹർഷേ?
അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരമുണ്ട്: എല്ലാവരോടും കനിവ് വേണം, ഉപകാരസ്മരണ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം, സൗമ്യമായി പെരുമാറുക, ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവുക. ക്ഷമിക്കാൻ വളരെ വലിയ കരുത്ത് ആവശ്യമാണ്. ധീരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് ധീരന്മാർ എന്ന് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത്. കാരണം അവിടെ മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണത്. ആ അവസ്ഥയുള്ളവർക്കാണ് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അവസാനത്തെ പദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വളരെ മനനാത്മകമായ ഒരു പദ്യമാണത്. അതും ഇതുമല്ല സദർത്ഥമല്ലഹം, സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞു ധീരനായി, സത് അസത് ഇതി പ്രതിപത്തിയറ്റ്, സത്വോമിതി മൃദുവായി അമർന്നിടയണം. അതും ഇതുമല്ല സദർത്ഥമല്ലഹം, ഈ കാണുന്നതും ഇതൊന്നുമല്ല ഞാൻ, സത്തിൻ്റെ വാക്യാർത്ഥമായതുമല്ല ഞാൻ. സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞു ധീരനായി, കണ്ടോ ആ ധീരൻ എന്നുള്ള വാക്ക് അവിടെ വരുന്നുണ്ട്. സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞു ധീരനായി, സത് അസത് ഇത് പ്രതിപത്തി അറ്റ്, നല്ലത് ചീത്ത എന്നുള്ള ഭാവമെല്ലാം മാറി, നേരത്തെ പറഞ്ഞ പോലെ അറിവിൽ അനാദിയായി തുടരുന്നതും തിരുവിളയാടലാണിതെന്ന്, തൻ തിരുവിളയാടലാണെന്ന് അറിഞ്ഞ് സത്വവും ഇത് മൃദുവായി അമർന്നിടയണം. അങ്ങനെ മൃദുവായി ഒരു പുഷ്പം വിരിയുന്നത് പോലെ, ഒരു ഇളം കാറ്റടിക്കുന്നത് പോലെ ആ സത്യത്തിലേക്ക്, ആ പരമാത്മാവിലേക്ക് നമ്മൾ അമർന്ന് ആനന്ദപൂർണരായി തീർന്ന ആനന്ദ സ്വരൂപമായി തീരണം. അതാണ് പറയുന്നത് രാമായണം പറയുന്നതും ഗുരുദേവൻ പറയുന്നതും അമ്മയും എല്ലാവരും പറയുന്നത് ആ ഒരു തത്വം തന്നെയാണ്. നമ്മളെല്ലാവരും മൃദുവായി ആ പരമാത്മ തത്വത്തിലേക്ക് ലയിക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച മാതാവൃതാനന്ദ മേഡത്തിലെ സ്വാമിക്ക് SNDP യോഗത്തിൻ്റെയും SNBC യോഗത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. രാമായണ മാസ ആചരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാമായണത്തെപ്പറ്റി പഠിക്കുക, രാമനെ പറ്റി പഠിക്കുക, ധർമ്മവും സത്യവും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുക. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് സ്വാമിയെപ്പോലെ ഇനി നാളെയും പ്രഭാഷണങ്ങളുണ്ട്. നാളെ നമ്മുടെ ആ ക്ഷേത്രത്തിലെ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അതുപോലെ അതിനുശേഷം മറ്റന്നാൾ 15-ാം തീയതി നടക്കുന്ന മഹാഗണപതി ഹവനത്തിന്, അഷ്ടമംഗ മഹാഗണപതി ഹവനത്തിന് എല്ലാവരും പങ്കെടുക്കണം. രാവിലെ 5:30 മണിയോടെങ്കിൽ ഹോമം തുടങ്ങും, മൃത്യുഞ്ജയ ഹോമം തുടങ്ങും. അതുപോലെ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ പരിഹാരക്രിയകളെല്ലാം അതോടെ നടക്കും. അതിനുശേഷമാണ് നമ്മൾ ഒക്ടോബർ മാസത്തോടുകൂടി നവീകരണ കലശം നടക്കുക. ഇതെല്ലാത്തിലും ഞാൻ പ്രത്യേകം പറയുന്നത് 15-ാം തീയതി എല്ലാവരും പങ്കെടുത്ത് ആ മഹാഗണപതി ഹവനം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കണം. എല്ലാവർക്കും അന്ന് അഷ്ടമംഗലിൽ പ്രശ്നം നടത്തുമ്പോൾ 3-4 ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രത്യേകം ഹോമത്തിലെല്ലാം പങ്കെടുത്ത് പുണ്യം നേടാൻ ശ്രമിക്കണം, കഷ്ടപ്പാട് നിർത്താൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഇപ്പം തന്നെ ഔഷധക്കഞ്ഞി കൊടുക്കുന്നതാണ്. എല്ലാവരും അതിൽ കഴിച്ചുകൊണ്ട് പോവുക. നന്ദി, നമസ്കാരം.